നമസ്കാരം. സനൂപ് യൂസഫ് ഇക്കഴിഞ്ഞ 19-ാം തീയതി റിലീസായ വിജയ് ചിത്രം ലിയോ. ഈ ചിത്രത്തിൻ്റെ ഫാൻസ് ഷോയ്ക്ക് ടിക്കറ്റ് എടുക്കാനുള്ള 6 ലക്ഷത്തോളം രൂപയുമായി മുങ്ങിയിരിക്കുകയാണ് സനൂപ് യൂസഫ്. എറണാകുളം വിജയ് ഫാൻസിൻ്റെ ഭാരവാഹിയാണ് സനൂപ് യൂസഫ്. വിജയിയുടെ ആരാധകരായ നിരവധി ചെറുപ്പക്കാരാണ് റിലീസിംഗ് ദിവസം ആദ്യ ഷോ കാണാൻ തിയേറ്ററിൽ കാത്തുനിന്നത്. എന്നാൽ ഇവർക്കുള്ള ടിക്കറ്റിൻ്റെ പണവുമായി സനൂപ് യൂസഫ് മുങ്ങുകയായിരുന്നു. ഇതോടെ ആരാധകർക്ക് നിരാശരായി മടങ്ങേണ്ടി വന്നു. സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കി ടിക്കറ്റ് എടുത്ത് പണം കാണാമെന്ന് കരുതിയവർക്കാകട്ടെ തിയേറ്റർ ഹൗസ്ഫുൾ ആയതു കാരണം അതിന് കഴിഞ്ഞതുമില്ല. പലരിൽ നിന്നായി മാസങ്ങൾക്ക് മുൻപ് തന്നെ 250 രൂപ വീതം സനൂപ് പിരിച്ചിരുന്നു. ഇങ്ങനെ പിരിച്ചെടുത്ത 6 ലക്ഷത്തോളം രൂപ സനൂപ് യൂസഫിൻ്റെ കൈവശമായിരുന്നു. ഇതും കൊണ്ടാണ് ഇയാൾ മുങ്ങിയത്. പക്ഷേ ഇയാൾക്കെതിരെ പരാതി കൊടുത്തെങ്കിലും അറസ്റ്റ് ചെയ്യാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ് വിജയ് ഫാൻസ് അസോസിയേഷൻ. ആ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരാൾ ഇത്തരത്തിലൊരു കള്ളത്തരം ചെയ്തത് ഒരിക്കലും ന്യായീകരിക്കാവുന്നതല്ല. അത് സംഘടനയുടെ സൽപ്പേരിനു തന്നെ കളങ്കമാണ്. എന്തായാലും സനൂപ് യൂസഫിനെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയതായി സംഘടനാ ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്. എറണാകുളം കവിതാ തിയേറ്ററിൽ സ്ഥാപിച്ചിരുന്ന വിജയിനോടൊപ്പം സനൂപ് നിൽക്കുന്ന ഫ്ലെക്സ് ബോർഡ് ഫാൻസ് അസോസിയേഷൻ പ്രവർത്തകർ തന്നെ അഴിച്ചുമാറ്റി. ആലപ്പുഴ അരൂക്കുറ്റി സ്വദേശിയായ സനൂപ് TY സിനിമാ പ്രവർത്തകനായതോടെയാണ് എറണാകുളത്തേക്ക് താമസം മാറ്റുകയും സനൂപ് യൂസഫ് എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തത്. ഉടൻ നിർമ്മാണം ആരംഭിക്കാൻ പോകുന്ന ചലച്ചിത്രത്തിലേക്ക് പുതുമുഖ നടീനടന്മാരെ ആവശ്യമുണ്ടെന്ന് കാണിച്ച ഇയാൾ ഇടയ്ക്കിടെ പരസ്യങ്ങൾ ചെയ്യാറുണ്ടെന്നും ഓഡിഷന് വരുന്നവരോട് 50,000-ഉം 1 ലക്ഷവും 2 ലക്ഷവും ഒക്കെ തുക വാങ്ങുകയും പിന്നീട് കബളിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് വ്യാപകമായ പരാതി ഉയർന്നിട്ടുണ്ട്. സ്വന്തം സഹപ്രവർത്തകരെ പോലും പറ്റിച്ചു മുങ്ങിയ സനൂപിനെ പിടികൂടാൻ ഇതുവരെ പോലീസിന് കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഉന്നത ബന്ധങ്ങളുടെ പേരിലോ അതോ മറ്റേതെങ്കിലും സമ്മർദ്ദങ്ങളുടെ പേരിലോ? എന്തായാലും ഈ പരാതി ഉയർന്നു വന്നതോടെ സനൂപിനെതിരെ മറ്റു ചിലരും പരാതികളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നാണ് സൂചന.